അപ്പോൾ റീഡിംഗ് സെഷനിൽ പോയി കഴിഞ്ഞു വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എൻ്റെ സ്കോർ ചോദിക്കരുതേ. ആദ്യം ചോദിക്കുമ്പോൾ ആ ഇരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ സ്കോർ എനിക്കായിരുന്നു. പക്ഷേ അവസാനം നമ്മുടെ ക്ലാസ്സിലുള്ളവരിൽ എല്ലാത്തിനും ആകെ പാസ്സായ ഒരേ ഒരു വ്യക്തിയും ഞാൻ ഈ മലയാള മീഡിയത്തിൽ പഠിച്ച് എനിക്ക് അങ്ങനെ ഇംഗ്ലീഷ് പ്രാവീണ്യം ഇല്ലാത്ത ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എങ്ങനെ പാസ്സായി എന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഇനി ഒരു OET ഒരു ടീച്ചേഴ്സോ ഒരു OET ട്രെയിനേഴ്സോ പറഞ്ഞു തരാത്ത തരത്തിലുള്ള ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. Hello, welcome to Kelly Malus. So today I'm here with some reading tips. Start with a smile. Tip number first, gain speed. അതാണ് നമ്മുടെ റീഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പീഡ് കൂട്ടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്കോർ കൂടിയ ആൾക്കാരോട് ഞാൻ ചോദിച്ചു, അവരെല്ലാം ചെയ്യുന്ന വെച്ചാൽ റീഡ് ചെയ്ത കാര്യം മീൻസ് റീഡിങ് മെറ്റീരിയലിന് മാർക്ക് കുറയൂലേ, കുറഞ്ഞ മെറ്റീരിയൽ എടുത്തിട്ട് അതിനെ ഒന്നുകൂടി ഇരുന്ന് അതിൻ്റെ അർത്ഥം മീനിങ് എല്ലാം എഴുതി അത് വായിച്ച് മനസ്സിലാക്കും എന്നുള്ളത്. പക്ഷേ ഞാനത് നോക്കി, അങ്ങനെ ഒരു കാര്യം ഞാനത് ചെയ്ത് നോക്കി, എൻ്റെ ടൈം മൊത്തം വേസ്റ്റായി പോയതല്ലാതെ എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നി എൻ്റെ ആ ഒരു ലെവലിലുള്ള ഒരാൾക്കാർക്ക് ഒരിക്കലും അത് സ്കോർ കൂടാൻ ചാൻസ് ഇല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ തന്നെ ഒരു മെറ്റീരിയലിൽ തന്നെ ഇങ്ങനെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ പ്രാക്ടീസ് ചെയ്തുള്ളൊരു ടൈം നമുക്ക് കിട്ടത്തില്ല. നല്ല എക്സ്പേർട്ട് ആയവർക്ക് അതൊന്ന് വായിച്ചു നോക്കിയാൽ വീണ്ടും അതിന്റെ മീനിങ് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ച ടിപ്സ് ആണ് പറയാൻ പോകുന്നത്. ഒരു പേപ്പറോ പേനയോ എടുത്ത് വെച്ചോളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ കണ്ടോളൂ. റീഡിങ്ങിന് നമുക്കറിയാം ടോട്ടൽ 60 മിനിറ്റ് ആണ് ഉള്ളത്. ഓക്കെ, 60 മിനിറ്റ് ആണ് ഉള്ളത്. അതിൽ പാർട്ട് A ഉണ്ട്, പാർട്ട് B ഉണ്ട്, പാർട്ട് C ഉണ്ട്. അതെല്ലാവർക്കും അറിയാം. പാർട്ട് എയില് 20 ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള മിനിറ്റ് 15 മിനിറ്റുമാണ് ടൈം പറയുന്നത് അല്ലെ. ബിഗിനേഴ്സ് ആണെങ്കിൽ നമുക്കത് ഓരോന്നും 5 മിനിറ്റ് തന്നെ ചെയ്യാം. 15 മിനിറ്റ് 5 മിനിറ്റ് തന്നെ ചെയ്യാം. ഈ സ്പീഡ് കൂട്ടിയെടുക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഈ 5 മിനിറ്റ് എന്നുള്ളത് ഓരോ ക്വസ്റ്റ്യൻസിനും 5 മിനിറ്റ് എടുക്കാം. ബിഗിനിങ് ഓൺലി അറ്റ് ദ ബിഗിനിങ് സ്റ്റേജ്. അതിനുശേഷം ഈ 5 മിനിറ്റ് എന്നുള്ളത് 3 മിനിറ്റ് ആക്കുക. എന്നിട്ട് പാർട്ട് എയിലെ രണ്ടാമത്തെ സെക്ഷൻ 4 മിനിറ്റ് ആക്കുക. അടുത്ത പാർട്ട് എയിലെ മൂന്നാമത്തെ സെക്ഷനും 4 മിനിറ്റ് ചെയ്യുക. ഇത് കൂടുന്തോറും പിന്നെ നമ്മൾ ഈ ടൈം എന്ന് പറഞ്ഞാൽ ടൈം കീപ്പ് ചെയ്ത് തന്നെ ടൈം വാച്ച് നോക്കി തന്നെ ചെയ്യുക. ആ ടൈം നിങ്ങളൊന്ന് കുറച്ച് ഒരു 10 റീഡിങ് ഇതുപോലെ ചെയ്ത് നോക്കൂ. അപ്പോൾ മനസ്സിലാകും അതിൽ വരുന്ന മാറ്റം. ഓക്കെ, 12 മിനിറ്റിനകം എന്തായാലും ഇത് ചെയ്ത് തീർന്നിരിക്കണം. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇതൊന്നും കൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നോക്കാനുള്ള ടൈമും കിട്ടും. അപ്പോൾ അങ്ങനെ തന്നെ ആ ഒരു ടൈം വെച്ച് തന്നെ പാർട്ട് A കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് പാർട്ട് Bയിലോട്ട് കിടക്കാം. പാർട്ട് Bയും Cയും കൂടെ നമുക്ക് ചെയ്യേണ്ട ടൈം 45 മിനിറ്റിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അതിൽ പാർട്ട് Bയിലാണെങ്കിൽ 6 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ടോട്ടല് 6 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉള്ളത്. ഓരോ ക്വസ്റ്റ്യൻസും 2 മിനിറ്റിൽ ചെയ്യുക. അപ്പൊ 6 2 12 മിനിറ്റിൽ ടോട്ടല് 12 മിനിറ്റിൽ നമ്മൾ ചെയ്യണം. അതായത് ഈ 45 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് 15 മിനിറ്റിലും പാർട്ട് B 15 മിനിറ്റിലും പാർട്ട് Cയും 15 മിനിറ്റിൽ ഫിനിഷ് ചെയ്യുക. അത് മാക്സിമം 15 മിനിറ്റ് 15 മിനിറ്റ്. ഇതിൽ ഈ 15 മിനിറ്റിന് നമ്മൾ ഫിനിഷ് ചെയ്യേണ്ട ടൈം മാക്സിമം 15 മിനിറ്റ് ആണ്. പക്ഷേ 12 മിനിറ്റിൽ തന്നെ, അതായത് ഒരു ക്വസ്റ്റ്യന് 2 മിനിറ്റ് വെച്ച് ടൈം കൊടുത്ത് പാർട്ട് B ഫിനിഷ് ചെയ്യുക. ഈ ടൈം നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടേ പോവുക. ആ ടൈം വെച്ച്, അതായത് വാച്ച് നോക്കി തന്നെ ചെയ്ത് പോകുമ്പോൾ ആ ടൈമിനനുസരിച്ച് നമ്മൾ അത് റീഡ് ചെയ്ത് സ്പീഡ് എടുക്കും. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ ടൈം വെച്ച് പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ അറിയാതെ നമ്മൾ ആ സ്പീഡിൽ വന്നോളും. അടുത്തത് പാർട്ട് Cയിലോട്ട്. പാർട്ട് Cയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാർട്ട് Cയും
15 മിനിറ്റ് ആണ് മാക്സിമം ടൈം ഉള്ളത്. അപ്പൊ പാർട്ട് സിയിൽ നമുക്ക് 2 സെക്ഷൻസ് ആയിട്ടാണ് ഉള്ളത് അല്ലെ, 2 സെക്ഷൻസ് ആയിട്ടാണ് പാർട്ട് സി ഉള്ളത്. അപ്പൊ ആ പാർട്ട് സിയിലെ 2 സെക്ഷൻസിനും 8 ക്വസ്റ്റ്യൻസ് വീതമാണ് ഉള്ളത്. 8 ക്വസ്റ്റ്യൻസ്, 2 സെക്ഷനും 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതില് ഓരോ 8 ക്വസ്റ്റ്യനും 1 മിനിറ്റ് വീതം എടുക്കണം, അതായത് 1 മിനിറ്റ്. അതിൽ തന്നെ നമുക്കറിയാം പാർട്ട് സിയിൽ ചില ക്വസ്റ്റ്യൻസ് ഒരു ഷോർട്ട് ആൻസേഴ്സ് വരുന്ന, അതായത് ഭയങ്കരമായിട്ട് റീഡ് ചെയ്യേണ്ട, അതിലൊരു ടേം കണ്ടുപിടിക്കേണ്ട 2 ക്വസ്റ്റ്യൻസ് എന്തായാലും 2 സെക്ഷനിലും കാണും. അതുകൊണ്ട് ഈ 1 മിനിറ്റ് അതിന് എടുക്കേണ്ടി വരൂല. കാര്യം ഇത് 8 ക്വസ്റ്റ്യൻ 1 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ 16 മിനിറ്റ് ആവും. അതുകൊണ്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യന് 1 മിനിറ്റ് എടുക്കരുത്. ഈ 1 മിനിറ്റ് മാക്സിമം ആണ് കേട്ടോ. പിന്നീട് നമ്മൾ ചെയ്ത് വരുമ്പോൾ ഈ 1 മിനിറ്റ് ഒന്നും വേണ്ട എന്നുള്ള ആ ഒരു ലെവലിലോട്ട് നമ്മൾ എത്തും. പേടിക്കണ്ട, നിങ്ങൾ ആ ലെവലിൽ എത്തിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് പതുക്കെ നമ്മൾ അതിൻ്റെ ആ ഒരു സ്പീഡിലോട്ട് വന്നോളും. ആ സമയത്തിലെങ്കിലും ആ സ്പീഡിലോട്ട് നമ്മൾ വന്നോളും. അപ്പം മാക്സിമം അവസാനം നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതിന് 12 മിനിറ്റിൽ തന്നെ നമ്മൾ തീർക്കാൻ നോക്കുക. അപ്പൊ ഈ 12 മിനിറ്റ് തീർത്താലുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒന്നുകൂടെ ആ ക്വസ്റ്റ്യനിലോട്ട് നോക്കാനുള്ളൊരു ടൈം കിട്ടും. എല്ലാം അറ്റൻഡ് ചെയ്തോ എല്ലാം ഒന്നും കൂടെ ഒന്ന് നോക്കാനുള്ള ടൈം കിട്ടും. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സ്പീഡ് കൂടും. നെക്സ്റ്റ് ടിപ്പ് നമ്പർ 2, പ്രാക്ടീസ് മോർ. എല്ലാവർക്കും ടൈം കിട്ടണമെന്നില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ടൈം കുറഞ്ഞ ഒരു ടൈം ഭയങ്കര കുറവായിരുന്നു ആ സമയത്ത്. കാര്യം ബേബി ഉണ്ടായിട്ട് അപ്പോഴെനിക്ക് ഒട്ടും സമയമില്ലായിരുന്നു. വീട്ടിലാകെ കിട്ടുന്ന ക്ലാസ്സിന് പോയി ഒത്തിരി ദൂരെയായിരുന്നു ക്ലാസ്സിന് പോകുന്നത്. ക്ലാസ്സിന് പോയി വന്ന് വീട്ടിൽ വരുമ്പോൾ വളരെ ഉറങ്ങാനുള്ള ടൈം മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ആ ഉറങ്ങാനുള്ള ടൈമായിരുന്നു ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തത്. പിന്നെ പോരാഞ്ഞിട്ട് ഞാൻ നേരത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ട്രെയിനിലിരിക്കുമ്പോഴും ബസ്സിലിരിക്കുമ്പോഴും ഒക്കെ ആ ടൈം ടേബിളിനനുസരിച്ചൊരു മാറ്റവും വരുത്താതെ അതുപോലെ തുടരണമെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് 100% ഇട്ടാലേ നമുക്ക് ആ ഒരു ടൈം ടേബിൾ കീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് പേരും പറയുന്നതെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ബുക്കുകൾ വായിക്കുന്ന ആൾക്കാരാണ്, ഇംഗ്ലീഷ് സിനിമകൾ കാണുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളവർ ഞാൻ ഇംഗ്ലീഷ് ബുക്ക് ഞാൻ ആ ടൈമിൽ ഞാൻ ഇംഗ്ലീഷ് ബുക്ക് വായിച്ചിട്ടേ ഇല്ല. ആ സമയത്ത് അങ്ങനെ ഞാനാകെ 1-2 ബുക്ക് വായിച്ചാലായി. പക്ഷേ അപ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ ആയിട്ട് നമുക്ക് ആ ഒരു ലെവലിൽ എത്തണമെങ്കിൽ നമ്മുടെ 100% നമ്മുടെ ഫുള്ള് എഫേർട്ട് ഇട്ടാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ആ ടൈമിൽ ഇനി ആകെ ഉള്ള കുറച്ച് ടൈമിലുള്ള ബുക്കുകളിരുന്ന് വായിക്കാനുള്ള സമയം എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ കൂടി ന്യൂസ്, അങ്ങനെയുള്ള BBC ന്യൂസ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ളതും പിന്നെ ഇതുപോലെ ഇഷ്ടപ്പെട്ട ഇംഗ്ലീഷ് ചാനൽസ് ചുമ്മാ നമ്മൾ അതിൻ്റെ ഇടയിൽ ഇപ്പൊ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണെങ്കിൽ അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ അതിങ്ങനെ കൂടുതൽ കേൾക്കുന്നതും വായിക്കാനും ഒക്കെ കുറേശ്ശെ നമ്മൾ ഒരു 5 സെന്റൻസ് ആയാലും കുഴപ്പമില്ല, അങ്ങനെ അത്ര ഇടയ്ക്കിടയ്ക്ക് വായിച്ചാലും ഉപയോഗപ്പെടും. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എന്തൊക്കെ ചെയ്താലും ശരി തന്നെ, എന്തൊക്കെ വായിച്ചില്ലെങ്കിലും നമ്മുടെ ഈ പ്രാക്ടീസ് ചെയ്യുന്ന ഈ സാമ്പിൾ മൊഡ്യൂളില്ലേ, ആ മൊഡ്യൂൾ എടുത്ത് വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്താൽ, ഈ ടൈം വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്താലേ ഉപയോഗമുള്ളൂ. നമുക്ക് സ്കോർ കൂട്ടണമെങ്കിലും അതുപോലെ തന്നെ ആ സമയത്തിനനുസരിച്ച് തീരണമെങ്കിലും ആ ടൈം വെച്ച് ആ മൊഡ്യൂൾ എടുത്ത് വെച്ച് കൃത്യമായി പ്രാക്ടീസ് ചെയ്താലേ അത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അതുപോലെ തന്നെ എല്ലാവരും പറയുന്ന എനിക്കും നേരിടേണ്ടി വന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് 1 മണിക്കൂറാണ്. 160 മിനിറ്റ് നമ്മൾ കംപ്ലീറ്റ് ഒരു കാര്യത്തിന് വേണ്ടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് സമയം കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എനിക്ക്. പക്ഷേ ഞാനപ്പോൾ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓരോ സെക്ഷനും നമുക്കിപ്പോൾ ടൈം നമുക്കറിയാം എത്രയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അഥവാ ഒരു 5 മിനിറ്റേ ഉള്ളെങ്കിൽ ആ 5 മിനിറ്റിൽ ഏത് പ്രാക്ടീസ് ചെയ്യാം. ഒരു 15 മിനിറ്റ് നമുക്ക് ഞാൻ ട്രെയിനിലിരിക്കുന്ന ടൈമിൽ എനിക്കിനി ഒരു 15 മിനിറ്റ് കിട്ടും എന്നുള്ളൊരു ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ 15 മിനിറ്റിൽ നമുക്ക് പാർട്ട് A ചെയ്ത് നോക്കാം. അല്ല,
പോട്ട് നമുക്ക് ആകെ ഒരു 2 മിനിറ്റേ ഉള്ളൂ, ഒരു 5 മിനിറ്റേ കിട്ടുള്ളെങ്കിൽ ആ പാർട്ട് എയിലെ ഇത്ര സെക്ഷൻ മാത്രം ചെയ്ത് നോക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പാർട്ട് സിയിലെ ഇത്ര സെക്ഷൻ മാത്രം, ഓരോ സെക്ഷന് വെച്ച് ഓരോ മിനിറ്റ് വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിനകത്ത് നമ്മളത് ചെയ്ത് തീർക്കാനുള്ള ആ ടൈം കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് നിർത്താൻ പറ്റും. പക്ഷെ എന്നിരുന്നാൽ കൂടി നമ്മൾ ഫുള്ളായിട്ടിരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും കോൺസെൻട്രേഷൻ വേണം, എല്ലാം വേണം. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ അതിന് എപ്പോഴും ടൈം കിട്ടാത്തവരാണെങ്കിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ടൈമിനനുസരിച്ച് പിക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാലും നമുക്ക് നല്ലതുപോലെ സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് ഒരുമിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കീപ്പ് ചെയ്ത് പോയി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ മാറ്റം വരുന്നത്. നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ എന്നെയും കൂടെ ഒന്ന് സഹായിക്കുക. അപ്പൊ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.